എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈശാഖ മാഹാത്മ്യം. പാഞ്ചാല രാജാവിൻ്റെ പൂർവജന്മ കഥയും വൈശാഖധർമ്മവും. പണ്ട് പാഞ്ചാല രാജ്യത്ത് ഭൂരിയശസ് എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഭൂരിയശസ്. സർവവിദ്യകളും അറിയാമായിരുന്ന ഒരു ശ്രീമാനായിരുന്നു അദ്ദേഹം. പിതാവിൻ്റെ മരണശേഷം ഭൂരിയശസ് രാജഭരണം നിർവഹിച്ചു. രാജപരിപാലനം ഭംഗിയായി നടത്തിയെങ്കിലും ധനാദികൾ നശിക്കുവാൻ ഇടയായി. പൂർവജന്മാർജിതമായ കർമ്മത്തിൻ്റെ ഫലമായി ഉണ്ടായ പാപമാണ് അതിന് കാരണം. പ്രതിദിനം നാശത്തിലേക്കായിരുന്നു രാജ്യത്തിൻ്റെ നീക്കം. പലവിധത്തിലുള്ള ദാരിദ്ര്യവും വന്നു ഭവിച്ചു. ശത്രുക്കൾ ദ്രോഹിക്കാൻ തുടങ്ങി. ബലഹീനനായ രാജപുത്രനെ എല്ലാവരും ആട്ടിയോടിച്ചു. പരാജിതനായ അദ്ദേഹം കാട്ടിൽ പോയി ഗുഹയിൽ ഒളിച്ച് താമസിച്ചു. കുറേ വർഷങ്ങൾ ഇങ്ങനെ ജീവിച്ചപ്പോൾ ഒരു ദിവസം രാജാവ് ഗുരുക്കന്മാരെ സ്മരിച്ചു. അവർ വന്നപ്പോൾ പാദങ്ങളിൽ വീണ് പ്രണമിച്ചു. മുനിമാരായ അവർ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയും സ്മരിച്ചു വരുത്തുവാനുള്ള കാരണം അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ സർവജ്ഞരായതുകൊണ്ട് എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. എങ്കിലും ദുഃഖകാരണം പറയാം. പൗരുഷമുള്ള ഉത്തമ രാജവംശത്തിൽ ജനിച്ച എനിക്ക് സ്വതസിദ്ധമായി ധൈര്യബലങ്ങളുണ്ട്. എന്നിട്ടും സേനയും സമ്പത്തും ഭണ്ഡാരങ്ങളും നശിച്ചു. ബന്ധുക്കൾ, പുത്രന്മാർ, സഹോദരങ്ങൾ എന്നിവരും ഇല്ല. ഇങ്ങനെയുള്ള ദുഃഖം എനിക്ക് ഈ ജന്മത്തിൽ ഉണ്ടാകുവാൻ കാരണം എന്താണ്? ജന്മശുദ്ധിയും മനോശുദ്ധിയും ഉള്ള ഞാൻ ബ്രാഹ്മണപ്രിയനാണ്. ധർമ്മങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. അധർമ്മബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നില്ല. ദുഷ്കർമ്മങ്ങൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഗുരുക്കന്മാരോട് ഭക്തിയുണ്ട്. ജന്തുക്കളോടും എനിക്ക് കാരുണ്യമുണ്ട്. ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും ഭക്തനായ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണ്? ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ മോചനം കിട്ടും? സജ്ജനങ്ങളായ നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞു തരണം. രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ജ്ഞാനദൃഷ്ടി കൊണ്ട് ദുഃഖകാരണം അവർക്ക് മനസ്സിലായി. പുഞ്ചിരിയോടുകൂടി അവർ പറയാൻ ആരംഭിച്ചു. പൂർവജന്മങ്ങളിൽ രാജാവ് 10 പ്രാവശ്യം കാട്ടാളനായി ജീവിതം നയിച്ചു. സർവ്വജീവികളെയും അക്കാലത്ത് വധിച്ചു. ആ 10 ജന്മത്തിലും വിഷ്ണു കഥകൾ കേൾക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുവാനോ സ്മരിക്കുവാനോ പ്രണമിക്കുവാനോ സാധിച്ചില്ല. നാനാജീവികൾക്കും ദുഃഖം ഉണ്ടാക്കിക്കൊണ്ട് ജീവിച്ചു. ജന്തുക്കളെ വധിച്ചും ഭക്ഷിച്ചും കാലം കഴിച്ചുകൂട്ടി. വഴിപോക്കരുടെ ധനം മുഴുവൻ അപഹരിച്ച് ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ ശിശുക്കളെയും കാരുണ്യമില്ലാതെ വധിച്ചു. അതുകൊണ്ട് ഈ ജന്മത്തിൽ സന്താനഭാഗ്യം ലഭിച്ചില്ല. വിശ്വസിച്ചവരെ സംരക്ഷിക്കാത്തത് കൊണ്ട് സഹോദരന്മാർ ഇല്ലാതെയായി. വഴിയാത്രക്കാർക്ക് ദുഃഖം പ്രദാനം ചെയ്തതുകൊണ്ട് ബന്ധുക്കളും ഇല്ലാതെയായി. പൂർവജന്മത്തിൽ സജ്ജന സംഗമം ഉണ്ടാകാത്തത് കൊണ്ട് ഈ ജന്മത്തിൽ ശത്രുക്കളുണ്ടായി. ദാനധർമ്മം നിർവഹിക്കാത്തത് കൊണ്ട് ദാരിദ്ര്യ ദുഃഖവും ഉണ്ടായി. എല്ലാവർക്കും അപ്രിയം ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ ദുഃഖിക്കുന്നു. പൂർവജന്മത്തിൽ ക്രൂരകർമ്മം ചെയ്തതുകൊണ്ട് ഈ ജന്മം നിരാധാരനായി. കാട്ടളനായി ജീവിച്ചപ്പോൾ 2 വൈശ്യന്മാർ ആ കാട്ടിൽ കൂടി സഞ്ചരിക്കുവാൻ ഇടയായി. അവരുടെ കയ്യിൽ ധനവും ഭാണ്ഡങ്ങളും ഉണ്ടായിരുന്നു. ഒരു മുനിയും അവരോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. 3 പേരും കൂടി നടക്കുമ്പോൾ അമ്പും വില്ലും ധരിച്ച കാട്ടാളൻ ഒരു വൈശ്യനെ വധിച്ച് കയ്യിലുണ്ടായിരുന്ന ധനം മുഴുവൻ അപഹരിച്ചു. കൂട്ടുകാരനായ വൈശ്യൻ്റെ ധനവും അപഹരിക്കുവാൻ ശ്രമിച്ചപ്പോൾ പ്രാണവേദനയോടുകൂടി ഓടി. ക്ഷീണിതനായ മുനിയും കൂടെ ഓടി. വിയർത്ത് തളർന്ന മുനിശ്രേഷ്ഠൻ താഴെ വീണു. അപ്പോൾ ദുഷ്ടനായ കാട്ടാളൻ സമീപം ചെന്ന് ഇലകളാൽ വീശി, ചെവികളിൽ ഊതി, ശരീരത്തിൽ ജലം തെളിച്ചു. അപ്പോൾ മഹർഷി കണ്ണു തുറന്നു. കാട്ടാളൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഓടിപ്പോയ വൈശ്യൻ ധനഭാണ്ഡം എവിടെയാണ് നിക്ഷേപിച്ചതെന്ന് പറയാനും ആവശ്യപ്പെട്ടു. കുറ്റിക്കാട്ടിൽ ധനം നിക്ഷേപിച്ച കാര്യം മുനി അറിയിച്ചപ്പോൾ ആ ധനം എടുത്തു. ഭയപ്പെടാതെ പോകാനുള്ള അനുവാദവും നൽകി. അല്പദൂരം പോയാൽ ഒരു കുളം കാണാൻ സാധിക്കുമെന്നും അതിൽ തെളിഞ്ഞ വെള്ളം ഉണ്ടെന്നും സ്നാനം ചെയ്ത് മുന്നോട്ട് പോയാൽ പല ഗ്രാമങ്ങളെയും കാണാൻ സാധിക്കുമെന്നും കാട്ടാളൻ മഹർഷിയെ അറിയിച്ചു. രാജഭടന്മാരെ ഭയന്ന് അവിടം വരെ കൂടെ വരാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞ് കാട്ടാളൻ വനത്തിനുള്ളിലേക്ക് മറഞ്ഞു. ഒരു ബ്രാഹ്മണനെ രക്ഷിച്ചതുകൊണ്ട് ഈ ജന്മം രാജാവായി ഭവിച്ചു. ധനധാന്യാദികൾ വർദ്ധിപ്പിക്കുവാൻ വൈശാഖധർമ്മം അനുഷ്ഠിക്കണം. മാധവമാസത്തിൽ പശുദാനം ചെയ്താൽ ഭണ്ഡാര നിക്ഷേപം വർദ്ധിക്കും. ശയ്യാദാനം കൊണ്ട് സുഖവും ഛത്രദാനം കൊണ്ട് സാമ്രാജ്യവും ലഭിക്കും. നിത്യവും സ്നാനം ചെയ്ത് പ്രതിമയിൽ മാധവനെ പൂജിക്കണം. ബ്രാഹ്മണർക്ക് ദാനകർമ്മങ്ങൾ നിർവഹിക്കണം.
അപ്പോൾ ശത്രുനാശവും സംഭവിക്കും. തനിക്ക് തുല്യനായ പുത്രൻ ഉണ്ടാകുവാൻ തണ്ണീർ പന്തൽ നിർമ്മിച്ച് തണുത്ത ജലം ദാനം ചെയ്യണം. ഇങ്ങനെയുള്ള മാധവധർമ്മം അനുഷ്ഠിച്ചാൽ സർവവും സ്വായത്തമാക്കാം. ആഗ്രഹങ്ങൾ കൂടാതെ സ്വന്തം കർമ്മം അനുഷ്ഠിച്ചാൽ ഒരു ക്ലേശവും ഉണ്ടാവുകയില്ല. രാജാവ് സ്മരിച്ചു വരുത്തിയ മുനിമാർ ഇത്രയും കാര്യങ്ങൾ അറിയിച്ചതിനു ശേഷം സ്വസ്ഥാനങ്ങളിലേക്ക് പോയി. ഗുരുക്കന്മാർ പറഞ്ഞതുപോലെ രാജാവ് വൈശാഖധർമ്മങ്ങൾ അനുഷ്ഠിച്ചു. തൽഫലമായി ബന്ധുക്കൾ വർദ്ധിച്ചു. ധാരാളം ധനമുണ്ടായി. അചഞ്ചലനായി സ്വന്തം രാജ്യമായ പാഞ്ചാലത്തിൽ പ്രവേശിച്ചു. ശത്രുക്കളോട് യുദ്ധം ചെയ്തു. അവർ ഭയന്നോടി. അനന്തരം സ്വന്തം രാജ്യത്തിൽ രാജപരിപാലനം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് സസുഖം വസിച്ചു. ഏകഛത്രാധിപതിയായി വാണു. ഇതിനെല്ലാം കാരണം വൈശാഖധർമാനുഷ്ഠാനമാണ്. ദൃഷ്ടകീർത്തി, ദൃഷ്ടദ്യൂത്, ദൃഷ്ടദ്യുമ്നൻ, ദൃഷ്ടൻ, ചിത്രകേതു എന്ന 5 പുത്രന്മാരോടൊപ്പം ധർമ്മപരിപാലനം നടത്തി രാജ്യം ഭരിച്ചു. വൈശാഖധർമ്മം അനുഷ്ഠിച്ച് ഇങ്ങനെ വാഴുമ്പോൾ അക്ഷയതൃതീയയിൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ രാജാവ് അതീവ സന്തുഷ്ടനായി ശ്രീഹരിയുടെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും പ്രണമിച്ചു. അതിനുശേഷം തൻ്റെ പഴയ ജീവിതവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും പുതിയ ജീവിതവും പറഞ്ഞു. അദ്ദേഹം ശ്രീഹരിയോട് പറഞ്ഞ കാര്യങ്ങൾ: അങ്ങയുടെ പാദസ്മരണ ഇല്ലാതെ വളരെ കാലം കർമ്മങ്ങളിൽ മുഴുകി ജീവിച്ചു. അങ്ങയുടെ കഥകൾ ശ്രവിക്കുകയോ മാനവസേവ ചെയ്യുകയോ ദാനാദി കർമ്മങ്ങൾ ചെയ്യുകയോ ഉണ്ടാകുകയില്ല. തൽഫലമായി ധാരാളം സമ്പത്തുണ്ടായിരുന്ന എൻ്റെ രാജ്യം ശത്രുക്കൾ കീഴടക്കി. വളരെ കാലം കാട്ടിൽ വസിച്ചു. ഗുരുക്കന്മാരെ സ്മരിച്ചപ്പോൾ ആസദ്ഗുണനിധികൾ എൻ്റെ സമീപം പെട്ടെന്ന് വന്നു. വൈശാഖധർമ്മം അവർ പറഞ്ഞു തന്നു. അതനുസരിച്ച് മാധവധർമ്മം ഞാൻ അനുഷ്ഠിച്ചു. വൈശാഖമാഹാത്മ്യം കൊണ്ടാണ് എനിക്ക് അങ്ങയുടെ ദർശന സൗഭാഗ്യം ലഭിച്ചത്. സജ്ജനങ്ങളായ ഭക്തരോട് അങ്ങയ്ക്ക് ഏറെ വാത്സല്യമുണ്ട്. സാധുക്കളായ വിഷ്ണുഭക്തരെ സേവിച്ചാൽ സംസാര സമുദ്രം പശുവിൻ്റെ കുളമ്പടിയിൽ നിന്നുണ്ടാകുന്ന ജലം പോലെ നിസ്സാരമായി തോന്നും. ശത്രുക്കൾ എൻ്റെ രാജ്യം ആക്രമിച്ചപ്പോൾ മാത്രമേ അങ്ങയുടെ പാദസ്മൃതി ഉണ്ടായുള്ളൂ. ഞാൻ ഇനി ഭാര്യ, പുത്രൻ, രാജൻ എന്നിവയൊന്നും ആഗ്രഹിക്കുന്നില്ല. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങയുടെ പാദപത്മങ്ങളെ സദാ ഭജിക്കുന്നു. ഭാര്യാപുത്രാദികളിലും ബന്ധുക്കളിലും വൈരാഗ്യം ഉണ്ടാകാൻ പ്രസാദിക്കണം. അങ്ങയുടെ പാദങ്ങളിൽ എൻ്റെ മനസ്സ് ലയിക്കണം. വാക്കുകൾ കൊണ്ട് ദിവ്യകഥകൾ വർണ്ണിക്കുവാൻ കഴിയണം. ചെവികൾ കഥ കേൾക്കുന്നതാകണം. കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ വിഗ്രഹം കാണുമാറാകണം. അങ്ങയുടെ പാദസ്പർശനമേറ്റ തുളസീദളത്തിൻ്റെ ഗന്ധം നാസികയിൽ ഉണ്ടാകണം. നാവ് അങ്ങയുടെ നിർമാല്യം ആസ്വദിക്കുന്നതാകണം. തുളസീദളം എനിക്ക് ഭൂഷണമായി ഭവിക്കണം. അങ്ങയുടെ ക്ഷേത്ര നിർമ്മാണത്തിന് എൻ്റെ കൈകൾ ഉപയോഗപ്പെടുത്താനാകണം. അങ്ങയുടെ പാദസ്മൃതിയിൽ എൻ്റെ ബുദ്ധി ലയിക്കണം. സത്കഥ പറയുന്ന മുനിമാർ നിത്യവും എൻ്റെ ഭവനത്തിൽ വന്ന് അങ്ങയുടെ കഥകൾ പറയുന്നത് കേൾക്കുമാറാകണം. ദുർജന സംസർഗം അല്പം പോലും ഉണ്ടാകാതിരിക്കുവാൻ അനുഗ്രഹിക്കണം. പാഞ്ചാല രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വിഷ്ണുദേവൻ പ്രസാദിച്ച് ഇങ്ങനെ പറഞ്ഞു: അങ്ങ് എൻ്റെ ഭക്തരിൽ ശ്രേഷ്ഠനാണ്. ആയുസ്സും സമ്പൽ സമൃദ്ധിയും ഞാൻ അങ്ങയ്ക്ക് തന്നു. അങ്ങയുടെ ഉള്ളിൽ എന്നോട് ദൃഢമായ ഭക്തി ഉണ്ടാകട്ടെ. അങ്ങയുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. വൈശാഖത്തിലെ തൃതീയയിൽ സ്നാനദാനാദികൾ ചെയ്യുന്ന ആൾ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. ഈ ദിനത്തിൽ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടുന്നതും എനിക്ക് പ്രിയമാണ്. ദാനാതിഥികളിൽ ശ്രേഷ്ഠമാണ് തൃതീയ. ഈ ദിനം പശുദാനം ചെയ്യുന്ന ആൾക്ക് സർവ്വസമ്പത്തും മോക്ഷവും ഉണ്ടാകും. മാത്രമല്ല സർവ്വസൗഖ്യങ്ങളും കരസ്ഥമാക്കുവാൻ കഴിയും. ഗൃഹസ്ഥാശ്രമിയായ ഒരു വിപ്രന് നല്ല ഒരു വൃക്ഷം സന്തോഷത്തോടുകൂടി ദാനം ചെയ്താൽ പാപങ്ങൾ നശിക്കും. അകാല മൃത്യുവും സംഭവിക്കുകയില്ല. വൈശാഖധർമ്മങ്ങൾ മൃത്യുഭയത്തെ മാറ്റുകയും ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അനേകം പാപങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾക്ക് വൈശാഖകാലത്തിൽ എൻ്റെ പാദസ്മരണ ഉണ്ടായാൽ തന്നെ ആപത്തുകൾ നശിക്കും. മാധവമാസധർമ്മം അനുഷ്ഠിക്കുന്ന ആൾ അങ്ങയെപ്പോലെ അറിവുള്ളവനായി ഭവിക്കും. ഇപ്രകാരം അരുളിയതിനു ശേഷം മഹാവിഷ്ണു അപ്രത്യക്ഷനായി. വൈശാഖധർമ്മം ഏറെക്കാലം അനുഷ്ഠിച്ചുകൊണ്ട് രാജാവ് രാജ്യം ഭരിച്ചു. അന്ത്യകാലത്ത് വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്തു. ഹരി ഓം.